Hi dears, today we are going to discuss about TCP congestion control. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടി സി പി പ്രോട്ടോക്കോളിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ടി സി പി കൺജഷൻ കൺട്രോൾ മെക്കാനിസം ആണ് പറയുന്നത്. കൺജഷൻ കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കൺജഷൻ ഒക്കർ ചെയ്യുന്ന സമയത്താണ്. എന്താണ് കൺജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ നെറ്റ്വർക്കിന് ഒരു കപ്പാസിറ്റി ഉണ്ടാകും. എത്രത്തോളം ഡാറ്റേനെ അതിന് മാക്സിമം റിസീവ് ചെയ്യാം. ആ ഡാറ്റേനേക്കാളും കൂടുതൽ ഡാറ്റയാണ് സോഴ്സിൽ നിന്ന് സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ കൺജഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കൺജഷൻ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡാറ്റ ലോസ് സംഭവിക്കും അല്ലേ? ആ നെറ്റ്വർക്കിന് താങ്ങാവുന്ന കപ്പാസിറ്റിനേക്കാളും കൂടുതൽ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അവിടെ കൺജഷൻ വരും. കൺജഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഡാറ്റ ലോസ് ഉണ്ടാകും. സോ ആ ഡാറ്റ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺജഷൻ കൺട്രോൾ മെക്കാനിസം യൂസ് ചെയ്യുന്നത്. കൺജഷൻ കൺട്രോൾ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഫോർ ഈച്ച് സോഴ്സ് to determine how much capacity is available in the network so that it knows how many packets it can safely have in transit. That means congestion controlനകത്ത് സോഴ്സിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യാവുന്ന ഡാറ്റയുടെ മാക്സിമം കപ്പാസിറ്റി ഡിറ്റർമിൻ ചെയ്യാണ്. ദാറ്റ് മീൻസ് ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഡാറ്റ പാക്കറ്റ്സുകൾ മാത്രം സെൻഡ് ചെയ്താലാണ് സേഫായിട്ട് ഡാറ്റ പാക്കറ്റ്സുകൾ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുക. അതിൽ കൂടുതൽ ആ കപ്പാസിറ്റിനേക്കാളും കൂടുതൽ ഡാറ്റേനെ സെൻഡ് ചെയ്യുമ്പോൾ അത് അവിടെ ഡാറ്റ ലോസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. സോ ആ കപ്പാസിറ്റി മാക്സിമം കപ്പാസിറ്റി എത്രയാണെന്ന് അറിയണം അല്ലേ? ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് മാത്രം ഡാറ്റേനെ സെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ടി സി പി കൺജഷൻ കൺട്രോൾ മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ബൈ മീൻസ് ഓഫ് വിൻഡോ മെക്കാനിസം. വിൻഡോ മെക്കാനിസത്തിലൂടെയാണ് ടി സി പി കൺജഷൻ കൺട്രോൾ വർക്ക് ചെയ്യുന്നത്. ടി സി പി സെറ്റ്സ് എ വിൻഡോ സൈസ് ടെല്ലിംഗ് ദ അതർ എൻഡ് ഹൗ മച്ച് ഡാറ്റ സെഗ്മെൻറ്റ് ടു സെൻഡ്. ദാറ്റ് മീൻസ് വിൻഡോ സൈസ് സെറ്റ് ചെയ്യുന്നു ടി സി പി. എങ്ങനെയാണ് വിൻഡോ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അറ്റ് എ ടൈം സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് എത്ര ഡാറ്റ സെഗ്മെൻറ്റിന് സെൻഡ് ചെയ്യുന്നു അതാണ് വിൻഡോ സൈസിനകത്ത് ഉണ്ടായിരിക്കുക. സപ്പോസ് 4 ഡാറ്റേനെയാണ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി 6 ഡാറ്റേനെയാണ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിൻഡോ സൈസ് എന്ന് പറയുന്നത് 6 ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സൈസ് മാത്രമേ ഇതെന്ത് ചെയ്യുള്ളൂ? സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് സെൻഡ് ചെയ്യുള്ളൂ. സോ അതാണ് വിൻഡോ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി ടി സി പി യൂസ് 3 അൽഗോരിതംസ് ഫോർ കൺജഷൻ കൺട്രോൾ. കൺജഷൻ കൺട്രോളിനകത്ത് 3 അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് ടി സി പി വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ് അൽഗോരിതം? First one, slow start algorithm. Second one, congestion avoidance algorithm. And third one, congestion detection algorithm. സോ ഈ കൺജഷൻ മെക്കാനിസത്തിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈ 3 അൽഗോരിതത്തിനകത്ത് നടക്കുന്ന പ്രോസസ്സുകളാണ്. എന്താണ് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം, എന്താണ് കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതം, എന്താണ് കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം. ഈ 3 അൽഗോരിതംസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം ആണ്. എന്താണ് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൈസ് ഓഫ് വിൻഡോസ് ഗ്രോസ് എക്സ്പോണൻഷ്യലി ടിൽ ദ ടൈം ഔട്ട് ഒക്കേഴ്സ് or receiver's window is reached to the maximum threshold. ഈ അൽഗോരിതം സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോ സൈസ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യും. ഏത് വരെ? ഒരു ടൈം ഔട്ട് ഒക്കർ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ റിസീവറിൻ്റെ വിൻഡോ സൈസ്, റിസീവറിൻ്റെ വിൻഡോ എന്ന് പറയുന്നത് ഒരു മാക്സിമം ത്രഷോൾഡ് എത്തുന്നത് വരെ. സോ നമ്മൾ കൺജഷൻ കൺട്രോൾ മെക്കാനിസത്തിൽ ഒരു വിൻഡോ മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് വിൻഡോ സൈസ് സെറ്റ് ചെയ്തിട്ടാണ് സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത്. സോ ഈ സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിനകത്ത് വിൻഡോ സൈസ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യുകയാണ്. എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യുന്നത് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നത്? ഒരു ടൈം ഔട്ട് ഒക്കർ ചെയ്യുന്നത് വരെ, അല്ലെങ്കിൽ ഒരു സ്ലോ സ്റ്റാർട്ട് ത്രഷോൾഡ് വാല്യൂ റീച്ച് ചെയ്യുന്നത് വരെ. സ്ലോ സ്റ്റാർട്ട് ത്രഷോൾഡ് വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിനകത്ത് സൈസ് ഓഫ് വിൻഡോ എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യില്ല. അവിടെ എന്താ സംഭവിക്കുക? പിന്നീട് നെക്സ്റ്റ് ഫേസിലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. സപ്പോസ് സെൻഡ് സ്റ്റാർട്ട് വിത്ത് കൺജഷൻ വിൻഡോ. ദാറ്റ് മീൻസ് കൺജഷൻ വിൻഡോ സൈസ് ഇസ് ഈക്വൽ ടു 2⁻0 വിച്ച് ഇസ് ഈക്വൽ ടു 1 MSS. ഇവിടെ നമ്മൾ സെൻറ്റർ ഡാറ്റ പാക്കറ്റുകൾ സെൻഡ് ചെയ്യുന്നത് കൺജഷൻ വിൻഡോ സൈസ് ഫസ്റ്റ് ടൈം സെൻഡ് ചെയ്യുമ്പോൾ 1 MSS ആയിരിക്കും. 1 MSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 മാക്സിമം സെഗ്മെൻറ്റ് സൈസ്. MSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം സെഗ്മെൻറ്റ് സൈസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന യൂണിറ്റാണ്. മാക്സിമം സെഗ്മെൻറ്റ് സൈസ് ദാറ്റ് മീൻസ് അറ്റ് എ ടൈം സെൻഡ് ചെയ്യുന്നത് മാക്സിമം സെഗ്മെൻറ്റ് സൈസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, സോ കൺജഷൻ വിൻഡോ സൈസ് സെറ്റ് ചെയ്യുന്നത് 1 ആയിട്ട് സെറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അറ്റ് എ ടൈം 1 ഡാറ്റേനെ സെൻഡ് ചെയ്യും. 1 എന്ന് പറയുന്നത് 2⁻0 എല്ലാം 2⁻0 അല്ലെങ്കിൽ 2⁻1 ആ ഒരു ഫോർമാറ്റിലായിരിക്കും. 2ൻ്റെ പവേഴ്സിൻ്റെ രീതിയിലാണ് നമ്മൾ കൺജഷൻ വിൻഡോ സെറ്റ് ചെയ്യുന്നത്. അതാണ് 2⁻0 എന്ന് പറഞ്ഞത്. സോ ഇനീഷ്യലി 2⁻0 ആയിരിക്കും വിൻഡോ സൈസ് എന്ന് പറയുന്നത്. സോ 1 MSS വിൻഡോ സൈസ് ആയിട്ട് സെറ്റ് ചെയ്യും. Then after receiving ACK for segment 1 the size of window can be increased by 1. ഈ 1 MSS റിസീവർ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് സെൻറ്റർക്ക് എന്ത് ചെയ്യും, ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും അല്ലേ. 1 സെഗ്മെൻറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്നോളജ്മെൻറ്റ് കിട്ടും. ആ അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ റിസീവർ എന്ത് ചെയ്യും, നെക്സ്റ്റ് വിൻഡോ സൈസ് സെറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 2⁻1 എന്നുള്ള വിൻഡോ സൈസ് സെറ്റ് ചെയ്യും. 2⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 MSS. സോ നെക്സ്റ്റ് ടൈം 2 ഡാറ്റേനെ ആയിരിക്കും സെൻറ്ററിൽ നിന്നും ക്ലയൻറ്റിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. 2 MSS റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ എന്ത് ചെയ്യും, ഒരു അക്നോളജ്മെൻറ്റ് തിരിച്ച് സെൻറ്റർക്ക് കൊടുക്കും. സോ സെൻറ്റർക്ക് മനസ്സിലായി 2 MSS റിസീവർക്ക് താങ്ങാൻ പറ്റുമെന്നുള്ളത്. സോ റിസീവർ എന്ത് ചെയ്യും, നെക്സ്റ്റ് ടൈം 4 MSS സെൻഡ് ചെയ്യും. ദാറ്റ് മീൻസ് 2⁻2 4 MSS സെൻഡ് ചെയ്യും. അങ്ങനെ ആ 4 MSSും റിസീവർക്ക് താങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ വീണ്ടും അത് ആ വിൻഡോ സൈസ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യും. അങ്ങനെയാണ് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിനകത്ത് വിൻഡോ സൈസ് സെറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഓരോ പ്രാവശ്യവും അതെന്ത് ചെയ്യാണ്, വിൻഡോ സൈസ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കി ഇനീഷ്യലി 1 വിൻഡോ സൈസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ആഫ്റ്റർ 1 RTT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1 റൗണ്ട് ട്രിപ്പ് ടൈം. 1 റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഒരു ഡാറ്റ എത്തി തിരിച്ച് അവിടെ നിന്ന് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടാനുള്ള ടൈം, അതിനെയാണ് 1 RTT എന്ന് പറയുന്നത്. ഇത് സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് റിസീവർ. ഓക്കെ, അപ്പം സോഴ്സിൽ നിന്ന് ഒരു ഡാറ്റേനെ സെൻഡ് ചെയ്തിട്ട് അത് റിസീവറിൽ എത്തി തിരിച്ച് റിസീവറിൽ നിന്ന് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടാനുള്ള ടൈം, ഈ ടൈമിനെയാണ് RTT അല്ലെങ്കിൽ റൗണ്ട് ട്രിപ്പ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു റൗണ്ട് ട്രിപ്പ് ടൈമിന് ശേഷം എന്ത് ചെയ്യും, റിസീവർ വിൻഡോ സൈസ് സെറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്, 2⁻1 ആക്കി സെറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് 2 MSS ആണ് പിന്നീട് ഡാറ്റനെ സെൻഡ് ചെയ്യുക. ദെൻ ആ സെക്കൻഡ് RTT റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് സെക്കൻഡ് RTTക്ക് ശേഷം സെക്കൻഡ് റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെക്കൻഡ് ഡാറ്റ സെൻഡ് ചെയ്തു തിരിച്ച് അതിനൊരു അക്നോളജ്മെൻറ്റ് കിട്ടി. അതിനുശേഷം എഗെയിൻ വിൻഡോ സൈസ് സെറ്റ് ചെയ്യുന്നുണ്ട് 2⁻2. ദാറ്റ് മീൻസ് 4 ആയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് RTTന് ശേഷം 4 ആയിട്ട് സെറ്റ് ചെയ്തു, അതിനും ഒരു അക്നോളജ്മെൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അവിടെ തേർഡ് RTT ആയി അല്ലേ, തേർഡ് റൗണ്ട് ട്രിപ്പ് ടൈമും കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും എക്സ്പോണൻഷ്യൽ ആയിട്ട് വിൻഡോ സൈസ് കൂട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് 8 ആക്കി മാറ്റും. 4 എന്നുള്ളത് 8 ആക്കി മാറ്റും. ഇങ്ങനെ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് വിൻഡോ സൈസിന് ഉണ്ടായിരിക്കുക. സോ സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിനകത്ത് വിൻഡോ സൈസ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞു. എന്താണ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വിൻഡോ സൈസ് 1 ആയിട്ട് സെറ്റ് ചെയ്യും. 1 അവിടെ എത്തി ഡെസ്റ്റിനേഷനിൽ നിന്ന് ഒരു അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിൻഡോ സൈസ് 2 ആക്കി സെറ്റ് ചെയ്യും. ദെൻ ആ 2 എന്ന് പറയുന്ന വിൻഡോ സൈസ് ഡാറ്റ പാക്കറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ, 2 ഡാറ്റ പാക്കറ്റ് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സോഴ്സ് സെൻഡ് ചെയ്യുന്നത് 4 ഡാറ്റ പാക്കറ്റ്സ് ആയിരിക്കും. 4 ഡാറ്റ പാക്കറ്റ്സിനും അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് 8 ഡാറ്റ പാക്കറ്റ്സ് ആയിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ഫോമാറ്റിൽ വിൻഡോ സൈസ് ഗ്രോ ചെയ്യുന്നതിനെയാണ് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നടക്കുന്നത് ഏത് വരെയാണ്, ഒരു ടൈം ഔട്ട് ഒക്കർ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഒരു ത്രഷോൾഡ് വാല്യൂ റീച്ച് ചെയ്യുന്നത് വരെയാണ് ഇങ്ങനെ വിൻഡോ സൈസ് എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യുന്നത്. ഇനി ത്രഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് SSTHRESH എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് SSTRESH. SS ത്രഷ് എന്ന് പറയുന്ന ഒരു വാല്യൂ എത്തുന്നത് വരെയാണ് ഈ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ് മീൻസ് സ്ലോ സ്റ്റാർട്ട് ത്രഷോൾഡ്. ഈ സ്ലോ സ്റ്റാർട്ട് ത്രഷോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാക്സിമം വിൻഡോ സൈസ് ഗ്രോ ചെയ്യുന്നത് ഇതുവരെയാണ്. ഇതിന് ശേഷം എന്തായി, പിന്നെ ഈ ഒരു ഫേസ് കണ്ടിന്യൂ ചെയ്യില്ല. ത്രഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ലോ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ഫേസ് കണ്ടിന്യൂ ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിനകത്ത് നടക്കുന്നത്. വിൻഡോ സൈസ് എക്സ്പോണൻഷ്യൽ ഗ്രോ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതം ആണ്. കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അഡിക്റ്റീവ് ഇൻക്രിമെന്റ് എന്നുള്ളത്. ഇവിടെ എന്താ നടക്കുന്നത്, നമ്മൾ ഇപ്പോൾ സ്ലോ സ്റ്റാർട്ട് അൽഗോരിതത്തിൽ വിൻഡോ സൈസ് എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്യുന്നത് കണ്ടു അല്ലേ. അങ്ങനെ എക്സ്പോണൻഷ്യലി ഗ്രോ ചെയ്ത് അതൊരു ത്രഷോൾഡ് വാല്യൂ എത്തുന്നത് വരെ ആ ഒരു ഫേസ് കണ്ടിന്യൂ ചെയ്യും. ത്രഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ അവിടുന്ന് നടക്കുന്നത് കൺജഷൻ അവോയ്ഡൻസ് ഫേസ് ആണ്. കൺജഷൻ അവോയ്ഡൻസ് ഫേസ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോ സൈസ് എക്സ്പോണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യുന്നത് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. വിൻഡോ സൈസ് എക്സ്പോണൻഷ്യൽ ഗ്രോ ചെയ്യാണ് അല്ലേ. ദാറ്റ് മീൻസ് ഫസ്റ്റ് 1 എന്നുള്ളത് പിന്നെ 2 ആയി, പിന്നെ 4 ആയി, പിന്നെ 8 ആയി, ഇങ്ങനെ എക്സ്പോണൻഷ്യൽ ഗ്രോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൺജഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ കൺജഷൻ നടക്കുന്നതിന് മുന്നേ അതിന് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോസസ്സ് എന്താ, എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കുക എന്നുള്ളതാണ്. The congestion avoidance algorithm work with additive increase instead of exponential growth. ഇനി എങ്ങനെയാണ് congestion avoidance algorithm വർക്ക് ചെയ്യുന്നത്? അഡിക്റ്റീവ് ഇൻക്രീസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അതിനകത്ത് നടക്കുന്നത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ല, അഡിക്റ്റീവ് ഇൻക്രീസ്. അഡിക്റ്റീവ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യലി വിൻഡോ സൈസ് i ആണ് എന്നുണ്ടെങ്കിൽ ഒരു റൗണ്ട് ട്രിപ്പ് ടൈമിന് ശേഷം വിൻഡോ സൈസ് i+1 ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യും. ദെൻ സെക്കൻഡ് റൗണ്ട് ട്രിപ്പിന് ശേഷം i+2 ആയിട്ട് സെറ്റ് ചെയ്യും. തേർഡ് റൗണ്ട് ട്രിപ്പിന് ശേഷം i+3 ആയിട്ട് സെറ്റ് ചെയ്യും. ഇങ്ങനെ വിൻഡോ സൈസ് ഇൻക്രീസ്ഡ് ബൈ 1 ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ആദ്യം വിൻഡോ സൈസ് i ആണ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് റൗണ്ട് ട്രിപ്പിന് ശേഷം വിൻഡോ സൈസ് i+1 ആക്കും. ദെൻ തേർഡ് റൗണ്ട് ട്രിപ്പിന് ശേഷം i+3 ആകും. ദാറ്റ് മീൻസ് ഓരോന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. വിൻഡോ സൈസ് 1 by 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. അതാണ് കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതത്തിനകത്ത് നടക്കുന്നത്. ദാറ്റ് മീൻസ് എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡിക്റ്റീവ് ഇൻക്രീസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അഡിക്റ്റീവ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡോ സൈസ് 5 ആണെന്നുണ്ടെങ്കിൽ പിന്നീട് വിൻഡോ സൈസ് ആഫ്റ്റർ 1 RTTക്ക് ശേഷം എന്ത് ചെയ്യും, വിൻഡോ സൈസ് 6 ആക്കും. ദെൻ എഗെയിൻ സെക്കൻഡ് RTTക്ക് ശേഷം വിൻഡോ സൈസ് 7 ആക്കും. അങ്ങനെ ഓരോന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതാണ് കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതം. ഇനി ഇത് എവിടം വരെയാണ് നിൽക്കുന്നത്, ഇതാ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാക്സിമം സെഗ്മെൻറ്റ് സൈസ് ആണ്, എക്സ് ആക്സിസിനകത്ത്, വൈ ആക്സിസിനകത്ത് ടൈം. ഓക്കെ, ഇപ്പോൾ ഇനീഷ്യലി ഇത് രണ്ട് ഫേസിൻ്റെയും കൂടെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സ്ലോ സ്റ്റാർട്ട് ഫേസ് ആൻഡ് കൺജഷൻ അവോയ്ഡൻസ് ഫേസ്, ഈ രണ്ട് ഫേസും കൂടെ ഒരു റെപ്രസെൻറ്റേഷനകത്ത് കൊടുത്തിരിക്കുകയാണ്. ഏതുവരെയാണ് ഇതിൻ്റെ പ്രോസസ്സിങ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനീഷ്യലി 1 MSS വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തു, സ്ലോ സ്റ്റാർട്ട് ഫേസ് ആണ് ഇവിടെ ഫസ്റ്റ് കാണിക്കുന്ന ഫേസ്. ഈ സ്ലോ സ്റ്റാർട്ട് ഫേസിനകത്ത് എങ്ങനെയാണ്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് അല്ലേ. 1 എന്നുള്ളത് 2 ആയിട്ടുണ്ടാവും, 2, 4, 8, 16 ആ ഒരു രീതിയിൽ സ്ലോ സ്റ്റാർട്ട് ഫേസ് വർക്ക് ചെയ്യും. ദെൻ സ്ലോ സ്റ്റാർട്ട് ഫേസിനകത്ത് ഒരു ത്രഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് സ്ലോ സ്റ്റാർട്ട് ത്രഷോൾഡ് എന്ന് പറയും. ഓക്കെ, ഈ SSTH എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ സ്ലോ സ്റ്റാർട്ട് ഫേസ് വർക്ക് ചെയ്യുമോ, ഇല്ല. ത്രഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല. ഓക്കെ, ഈ സ്ലോ സ്റ്റാർട്ട് ത്രഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്ലോ സ്റ്റാർട്ട് ഫേസ് പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല. സ്ലോ സ്റ്റാർട്ട് ഫേസ് SS ത്രഷോൾഡ് വാല്യൂ എത്തുന്നത് വരെയാണ് എക്സ്പോണൻഷ്യലി വിൻഡോ സൈസിനെ ഗ്രോ ചെയ്യുക. അതിനുശേഷം പിന്നെ വർക്ക് ചെയ്യുന്നത് ഏതാ, കൺജഷൻ അവോയ്ഡൻസ് ഫേസ് ആയിരിക്കും. കൺജഷൻ അവോയ്ഡൻസ് ഫേസിൽ എങ്ങനെയാണ്, 1 വെച്ചിട്ടാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ സപ്പോസ് ഇവിടെ എത്തിയിരിക്കുന്നത് 16 വരെയാണ് എത്തി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കൺജഷൻ അവോയ്ഡൻസ് സ്പേസിനകത്ത് ഒരു റൗണ്ട് ട്രിപ്പിന് ശേഷം എന്താക്കും, ഇത് 17 ആക്കും. ദെൻ നെക്സ്റ്റ് റൗണ്ട് ട്രിപ്പിന് ശേഷം 18 ആക്കും. നെക്സ്റ്റ് റൗണ്ട് ട്രിപ്പിന് ശേഷം 19 ആക്കും. നെക്സ്റ്റ് റൗണ്ട് ട്രിപ്പിന് ശേഷം 20 ആക്കും. ഈ ഒരു രീതിയിൽ ഇൻക്രിമെൻറ്റഡ് ബൈ 1 എന്നുള്ള രീതിയിലാണ് കൺജഷൻ അവോയ്ഡൻസ് സ്പേസിനകത്ത് വിൻഡോ സൈസ് ഗ്രോ ചെയ്യുന്നത്. അത് ഏതുവരെ കൺജഷൻ അവോയ്ഡൻസ് സ്പേസ് ഗ്രോ ചെയ്യും, മാക്സിമം റിസീവറിൻ്റെ കപ്പാസിറ്റി എത്തുന്നത് വരെ ഈ കൺജഷൻ അവോയ്ഡൻസ് സ്പേസ് ആണ് കണ്ടിന്യൂ ചെയ്യുക.
ഓക്കെ, മാക്സിമം റിസീവറിൻ്റെ കപ്പാസിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുണ്ടായി, കൺജഷൻ ഉണ്ടായിരിക്കും അല്ലേ. കൺജഷൻ ഉണ്ടാവാനുള്ള ചാൻസ് അല്ലേ. റിസീവർക്ക് താങ്ങാവുന്ന മാക്സിമം കപ്പാസിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന ഡാറ്റയൊക്കെ എന്തായി, കൺജഷൻ ആയി അല്ലേ, കൺജസ്റ്റഡ് ആയി അവിടെ. സോ ഡാറ്റ ലോസ് സംഭവിക്കും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ കൺജഷൻ അവോയ്ഡൻസ് സ്പേസ് അല്ല പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്, പിന്നെ കൺജഷൻ ഉണ്ടാവുകയാണ്. കൺജഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം ആണ് യൂസ് ചെയ്യുക. അതെന്താ പറയുന്നത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഡിക്രിമെൻ്റ് ആണ് അതിനകത്ത് നടക്കുന്നത്. ദാറ്റ് മീൻസ് നോക്കാം, ഇഫ് കൺജഷൻ ഒക്കേഴ്സ് ഇറ്റ് ഈസ് റിക്വയർഡ് ടു ഡിക്രീസ് ദ കൺജഷൻ വിൻഡോ സൈസ്. കൺജഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, കൺജഷൻ വിൻഡോൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ എന്തുണ്ടാവും, കൺജഷൻ വിൻഡോയുടെ സൈസ് ഡിക്രീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ കൺജഷൻ ഉണ്ടാകും. കൺജഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഡാറ്റ ലോസ് ഉണ്ടാവും. ഡാറ്റ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ കറക്റ്റ് ഡാറ്റ ഡെസ്റ്റിനേഷനിൽ എത്താത്തൊരവസ്ഥ വരും അല്ലേ. അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഡാറ്റേനെ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അങ്ങനെ ഡാറ്റേനെ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത് 2 കേസിലാണ്. ഏതൊക്കെയാ, ഒന്ന് ടൈം എക്സ്പയർ ആകുന്ന കേസിൽ, ടൈം എക്സ്പയർ ആകുന്ന കേസിൽ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ACK റിസീവ് ചെയ്യുന്ന കേസിൽ. ഈ 2 കേസിലും നമുക്ക് അവിടെ റീട്രാൻസ്മിഷൻ ചെയ്യേണ്ടി വരും. ഇത്രയേ ഉള്ളൂ പറഞ്ഞത്. കൺജഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൺജഷൻ ഡാറ്റ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡാറ്റ ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റേനെ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന കേസ് 2 കേസാണ് വരിക. ഒന്ന് ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ACK റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ. ഡ്യൂപ്ലിക്കേറ്റ്സ് ACK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ റിസീവർ ഫസ്റ്റ് സെഗ്മെൻറ്റിന് സെൻഡ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു അക്നോളജ്മെൻറ്റ് കിട്ടി, പിന്നെ രണ്ടാമത് വീണ്ടും ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നു, പക്ഷേ അക്നോളജ്മെൻറ്റ് വീണ്ടും വരുന്നത് 1 എന്ന് പറയുന്ന പാക്കറ്റിൻ്റെ അക്നോളജ്മെൻ്റ് ആണ്. എഗെയിൻ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നു, വീണ്ടും വരുന്നത് 1 എന്ന് പറയുന്ന പാക്കറ്റിൻ്റെ അക്നോളജ്മെൻറ്റ് ആണ് എങ്കിൽ അവിടെ എന്താണ്, 3 ഡ്യൂപ്ലിക്കേറ്റ്സ് ACK ആണ് വരുന്നത് അല്ലേ. ഫസ്റ്റ് സെഗ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അക്നോളജ്മെൻറ്റ് തന്നെയാണ് പിന്നെയും വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ്സ് ACK എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അങ്ങനെ 3 ടൈംസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ACK വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഡാറ്റേനെ റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഏത് ഫേസിൽ കണ്ടിന്യൂ ചെയ്യും, അതാണ് നോക്കുന്നത് കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതത്തിലൂടെ. കാരണം എന്താ, കൺജഷൻ അവോയ്ഡൻസ് എത്തിയപ്പോൾ മാക്സിമം സെഗ്മെൻറ്റ് സൈസ് റീച്ച് ചെയ്തിട്ടുണ്ട്, റിസീവർക്ക് താങ്ങാവുന്ന മാക്സിമം സൈസ് എത്തിയിട്ടുണ്ട്, പിന്നെ അങ്ങോട്ട് ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് 3 സ്റ്റെപ്സ് ആണ്. ഇപ്പോൾ റീട്രാൻസ്മിഷൻ ഡ്യൂ ടു ടൈം ഔട്ട് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യുന്നത് ഈ 3 സ്റ്റെപ്പാണ്. എന്താ, SS threshold ഈസ് റെഡ്യൂസ്ഡ് ടു ഹാഫ് ഓഫ് ദ കറണ്ട് വിൻഡോ സൈസ്. ഇപ്പോൾ കറണ്ട് വിൻഡോൻ്റെ സൈസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് ആക്കിയിട്ട് ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യും. ത്രഷോൾഡ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്ന എപ്പോഴാണോ സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ മാക്സിമം അല്ലേ, ത്രഷോൾഡ് വാല്യൂ എത്തുന്നത് വരെയാണ് സ്ലോ സ്റ്റാർട്ട് അൽഗോരിതം വർക്ക് ആവുന്നത്. സോ ആ ത്രഷോൾഡ് വാല്യൂ എന്താക്കി മാറ്റും, കറണ്ട് വിൻഡോ സൈസിൻ്റെ ഹാഫ് ആക്കി മാറ്റും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, സെറ്റ് CWND, ദാറ്റ് മീൻസ് കറണ്ട് വിൻഡോ സൈസ് എത്രയാക്കി മാറ്റും, 1 ആക്കി മാറ്റും. ദെൻ സ്റ്റാർട്ട് വിത്ത് സ്ലോ സ്റ്റാർട്ട് ഫേസ്. പിന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂഷൻ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്ലോ സ്റ്റാർട്ട് ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, നമുക്കൊരു ഫിഗർ വെച്ചിട്ട് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആവും, ക്ലിയർ ആകും. ഇത്രയേ ഉള്ളൂ. റീട്രാൻസ്മിഷൻ ഡ്യൂ ടു ടൈം ഔട്ട് ആണ് എങ്കിൽ അവിടെ കറണ്ട് വിൻഡോ സൈസിൻ്റെ ഹാഫ് ആക്കിയിട്ട് ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യും, കൺജഷൻ വിൻഡോ ഫസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യും, ദെൻ സ്ലോ സ്റ്റാർട്ട് ഫേസിൽ നിന്ന് എഗെയിൻ സ്റ്റാർട്ട് ചെയ്യും. സ്ലോ സ്റ്റാർട്ട് ഫേസിൽ എങ്ങനെയാണ്, 1 സെൻഡ് ചെയ്യും, 1ന് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 2 സെൻഡ് ചെയ്യും, 2ന് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 4 സെൻഡ് ചെയ്യും. ആ ഒരു രീതിയിൽ എഗെയിൻ സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ് ചെയ്യുക. ഓക്കെ, ദെൻ റീട്രാൻസ്മിഷൻ ഡ്യൂ ടു അക്നോളജ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആണെങ്കിലോ 3 അക്നോളജ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വന്നിട്ടാണ് റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ എങ്കിൽ അവിടെയും 3 സ്റ്റെപ്സുകളാണ് ചെയ്യുന്നത്. എന്താണ്, ത്രഷോൾഡ് വാല്യൂ റെഡ്യൂസസ് ടു ഹാഫ് ഓഫ് ദ കറണ്ട് വിൻഡോ സൈസ്. കറണ്ട് വിൻഡോ സൈസിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ ഹാഫായിട്ട് ത്രഷോൾഡ് വാല്യൂ റെഡ്യൂസ് ചെയ്യും. ദെൻ സെറ്റ് CWND ഈക്വൽ ടു ത്രഷോൾഡ്, ദാറ്റ് മീൻസ് കറണ്ട് വിൻഡോ സൈസ് ത്രഷോൾഡ് വാല്യൂവിനോട് ഈക്വൽ ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ ദ സ്റ്റാർട്ടിങ് ഈസ് data is sending start with congestion avoidance phase. congestion avoidance phase മുതൽ ഡാറ്റേനെ സെൻഡ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്.
സോ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം ആണ്. കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് കൺജഷൻ ഒക്കർ ചെയ്യുന്ന സമയത്താണ്. ഒക്കർ ചെയ്തതിന് ശേഷം നമുക്ക് വിൻഡോ സൈസ് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം യൂസ് ചെയ്യുന്നത്. അവിടെ യൂസ് ചെയ്യുന്നത് ഡാറ്റേനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത് 2 കേസിലാണ് ഡാറ്റേനെ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഒന്ന് ടൈമർ ടൈം ഔട്ട് ആകുമ്പോൾ, അല്ലെങ്കിൽ 3 അക്നോളജ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് റിസീവ് ചെയ്യുമ്പോൾ. ടൈമർ ടൈം ഔട്ട് ആണ് റിസീവർ ഡാറ്റേനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടുത്തെ 3 സ്റ്റെപ്പാണ് ABC എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് കേസിനകത്ത് പറഞ്ഞത്. ദാറ്റ് മീൻസ് കറൻറ്റ് വിൻഡോ സൈസിൻ്റെ ഹാഫായിട്ട് ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യും. ദെൻ കറൻറ്റ് വിൻഡോ സൈസ് 1 CWND എന്ന് പറയുന്നത് 1 ആക്കും. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ് എഗെയിൻ വിൻഡോ സൈസ് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ദെൻ അത് ഏത് ഫേസാണ് അവിടെ തുടങ്ങുക? സ്ലോ സ്റ്റാർട്ട് ഫേസിൽ നിന്ന് എഗെയിൻ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ 3 കാര്യങ്ങളാണ് റീട്രാൻസ്മിഷൻ ഡ്യൂ ടു ടൈം ഔട്ടിൽ സംഭവിക്കുക. ഇനി റീട്രാൻസ്മിഷൻ ഡ്യൂ ടു അക്നോളജ്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സിലാണെങ്കിലോ അവിടെ എന്ത് ചെയ്യും? കറൻറ്റ് വിൻഡോ സൈസ് എത്രയാണോ അതിൻ്റെ ഹാഫായിട്ട് ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യും. ദെൻ CWND ഈക്വൽ ടു ത്രഷോൾഡ് വാല്യൂ ആക്കി സെറ്റ് ചെയ്യും. ദെൻ കൺജഷൻ അവോയ്ഡൻസ് സ്പേസ് മുതലാണ് അവിടെ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ഫിഗറിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. എക്സാമ്പിൾ ഇതാണ്. അസ്യൂം എ TCP പ്രോട്ടോകോൾ എക്സ്പീരിയൻസിങ് ദ ബിഹേവിയർ ഓഫ് സ്ലോ സ്റ്റാർട്ട്. ഒരു സ്ലോ സ്റ്റാർട്ട് ബിഹേവിയർ എക്സ്പീരിയൻസ് ആണ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ അറ്റ് 5th ട്രാൻസ്മിഷൻ റൗണ്ട് വിത്ത് എ ത്രഷോൾഡ് SS thresh value of 32 goes into congestion avoidance phase and continue till 10th ട്രാൻസ്മിഷൻ. ഇതെന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമ്മൾ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യാണ്. 5th ട്രാൻസ്മിഷൻ റൗണ്ട് ടൈം ആകുമ്പോൾ എന്താണ്? ത്രഷോൾഡ് വാല്യൂ 32 ആയിട്ട് എത്തിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ത്രഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് എത്തി നിൽക്കുകയാണ്. ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്ത് 5th ട്രാൻസ്മിഷൻ ആയപ്പോൾ എന്ത് ചെയ്തു? ത്രഷോൾഡ് വാല്യൂ എത്തി. ത്രഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്ലോ സ്റ്റാർട്ട് ഫേസ് വർക്ക് ചെയ്യോ? ഇല്ല. ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? സ്ലോ സ്റ്റാർട്ട് ഫേസിലാണ്. ഓക്കെ, സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യാണ്. ഡാറ്റ സെൻഡിങ് തുടങ്ങുന്നത് സ്ലോ സ്റ്റാർട്ട് ഫേസ് വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് സെഗ്മെൻറ്റ് സെൻഡ് ചെയ്യുന്നു, അതിന് കറസ്പോണ്ടിങ് അക്നോളജ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡിന് കിട്ടിക്കഴിഞ്ഞാൽ 4, അങ്ങനെ വിൻഡോ സൈസ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്ത് തുടങ്ങുകയാണ്. അങ്ങനെ ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്ത് 5th ട്രാൻസ്മിഷൻ ആയപ്പോൾ അവിടെ എന്ത് കണ്ടു? ത്രഷോൾഡ് വാല്യൂ കണ്ടു. ത്രഷോൾഡ് വാല്യൂ കാണുക മീൻസ് എന്താണ്? പിന്നീട് അങ്ങോട്ട് എന്ത് വർക്ക് ആവില്ല? ഈ സ്ലോ സ്റ്റാർട്ട് ഫേസ് വർക്ക് ആവില്ല. 5th ട്രാൻസ്മിഷൻ എത്തിയപ്പോൾ അവിടെ ത്രഷോൾഡ് വാല്യൂ കണ്ടു. ത്രഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, SS ത്രഷ് എന്ന് പറയുന്നത് 32 ആണ്. ദാറ്റ് മീൻസ് അവിടുന്ന് അങ്ങോട്ട് പിന്നെ സ്ലോ സ്റ്റാർട്ട് ഫേസ് വർക്ക് ആവില്ല. അതിനുശേഷം എന്ത് ഫേസിലേക്കാണ് പിന്നെ ഇത് കിടക്കുന്നുണ്ടാവുക? കൺജഷൻ അവോയ്ഡൻസ് ഫേസിലേക്കാണ് പിന്നെ കിടക്കുന്നുണ്ടാവുക. ദാറ്റ് മീൻസ് ഇങ്ങനെ എക്സ്പോണൻഷ്യലായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് കുറച്ചിട്ട് ഇൻക്രിമെൻറ്റ് ബൈ 1 ആക്കും അല്ലേ? അത് ഏതുവരെ കണ്ടിന്യൂ ചെയ്യും? കണ്ടിന്യൂ ടിൽ 10th ട്രാൻസ്മിഷൻ. ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് 10th ട്രാൻസ്മിഷൻ എത്തുന്നത് വരെ പിന്നെ വർക്ക് ആവുന്നത് എന്താണ്? കൺജഷൻ അവോയ്ഡൻസ് ഫേസ് ആണ് വർക്ക് ആവുന്നത് അല്ലേ? സോ പിന്നെ വർക്ക് ആവുന്നത് കൺജഷൻ അവോയ്ഡൻസ് ഫേസ് ആണ്. 5th ട്രാൻസ്മിഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൺജഷൻ അവോയ്ഡൻസ് ഫേസ് വർക്ക് ആവുന്നു. അങ്ങനെ ഏതുവരെ വർക്ക് ആവുന്നു? 5th ട്രാൻസ്മിഷൻ വരെ കൺജഷൻ അവോയ്ഡൻസ് ഫേസ് കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ 10th ആയിക്കഴിഞ്ഞാലോ അറ്റ് 10th ട്രാൻസ്മിഷൻ റൗണ്ട് 3 ഡ്യൂപ്ലിക്കേറ്റ് ACK റിസീവ്ഡ്. ഇവിടെ എന്ത് ചെയ്തു? ഈ കൺജഷൻ അവോയ്ഡൻസ് ഫേസിൽ 3 ഡ്യൂപ്ലിക്കേറ്റ് ACK ആണ് റിസീവ് ചെയ്തത്. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് വേണം? നെക്സ്റ്റ് മുതൽ കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം ആണ് വർക്ക് ചെയ്യിക്കേണ്ടത് അല്ലേ? 3 ഡ്യൂപ്ലിക്കേറ്റ്സ് ACK വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കേണ്ടത് എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു റീട്രാൻസ്മിഷൻ ആണ് അവിടെ നടക്കേണ്ടത്. റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഏതൊക്കെ സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുക? കറണ്ട് വിൻഡോ സൈസ് ഇപ്പോൾ എത്രയാണോ അതിൻ്റെ ഹാഫ് ആക്കിയിട്ട് ഈ ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യും. ഇപ്പോൾ ത്രഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് 32 ആണ്. അതിനെ കറണ്ട് വിൻഡോ സൈസിൻ്റെ ഹാഫ് ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ദെൻ പിന്നെന്ത് നടക്കും? വിൻഡോ സൈസ് എന്ന് പറയുന്നത് ത്രഷോൾഡ് വാല്യൂവിനോട് ഈക്വൽ ആക്കും. ദെൻ സ്റ്റാർട്ട് വിത്ത് കൺജഷൻ അവോയ്ഡൻസ് ഫേസ്. ആ ഒരു രീതിക്കാണ് നടക്കുന്നുണ്ടാവുക. നമുക്ക് നോക്കാം. ഇതാണ് ഇപ്പോൾ പറഞ്ഞ സെനാരിയോ. ഇവിടെ എന്താണ്? നമ്മൾ സ്ലോ സ്റ്റാർട്ട് ഫേസിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്?
ഡാറ്റേനെ ട്രാൻസ്മിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്ലോ സ്റ്റാർട്ട് ഫേസിൽ നിന്ന് എങ്ങനെയാണ് 1 പിന്നെ 2 പിന്നെ 4 പിന്നെ 8 പിന്നെ 16 ആ ഒരു രീതിയിൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ആണ് ഇവിടെ കാണുന്നത് അല്ലേ. ആ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് എവിടെ വരെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്? ഈ ത്രെഷോൾഡ് വാല്യൂ 32 ആകുന്നത് വരെ ഈ ഒരു ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതാണ് 32 അല്ലേ. ത്രെഷോൾഡ് വാല്യൂ 32 ആവുന്ന കേസ് ഇതാണ്. ദാറ്റ് മീൻസ് ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ലോ സ്റ്റാർട്ട് ഫേസ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ത്രെഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്ലോ സ്റ്റാർട്ട് ഫേസ് വർക്ക് ആക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ വർക്ക് ആവേണ്ട എന്താണ്? കൺജഷൻ അവോയ്ഡൻസ് ഫേസ് ആണ്. കൺജഷൻ അവോയ്ഡൻസ് ഫേസിനകത്ത് എങ്ങനെയാ വിൻഡോ സൈസ് വരിക? 32 ഉള്ളത് 33, 34, 35, 36, 37 ആൻഡ് 38 ഈ ഒരു രീതിയിലാണ് ആയത്. ഇവിടെ 32 അല്ലെങ്കിൽ 10th ട്രാൻസ്മിഷൻ, ഇവിടെ 10 എന്നുണ്ട് കേട്ടോ. നമ്മളെ ട്രാൻസ്മിഷൻ ടൈം ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ എക്സ് ആക്സിസിലാണ് ട്രാൻസ്മിഷൻ ടൈം കൊടുത്തിട്ടുള്ളത്, വൈ ആക്സിസിൽ ത്രെഷോൾഡ് വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിയേ 10th ട്രാൻസ്മിഷൻ ആകുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് കണ്ടീഷൻ? അറ്റ് 10th ട്രാൻസ്മിഷൻ 3 ഡ്യൂപ്ലിക്കേറ്റ് AC റിസീവ് ചെയ്തിട്ടുണ്ട് റിസീവറിൽ നിന്നൊന്ന്. 3 ഡ്യൂപ്ലിക്കേറ്റ്സ് റിസീവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്ത് പറ്റില്ല? കൺജഷൻ അവോയ്ഡൻസ് ഫേസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യല്ല ചെയ്യുന്നത്. അവിടെ എന്താ? റീട്രാൻസ്മിറ്റ് ചെയ്യണം. റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? നമ്മളിവിടെ കണ്ടു അല്ലേ. 3 ഡ്യൂപ്ലിക്കേറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? കറണ്ട് വിൻഡോ സൈസിൻ്റെ ഹാഫ് ആക്കിയിട്ട് ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യും. സോ അത് ആദ്യം നോക്കാം. ഇപ്പോൾ കറണ്ട് വിൻഡോ സൈസ് എന്ന് പറയുന്നത് എന്താണ്? 38 ആണ്. ഓക്കെ, ഇവിടെ കണ്ടോ 38 ആണ് വിൻഡോ സൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഹാഫ് ആക്കി ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് 38 ഡിവൈഡഡ് ബൈ 2. 38 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 19 വരും അല്ലേ. സോ ത്രെഷോൾഡ് വാല്യൂ 19 ആയിട്ട് സെറ്റ് ചെയ്തു. കണ്ടോ, ത്രെഷോൾഡ് വാല്യൂ 19 ആയിട്ട് സെറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പിന്നെ കണ്ടോ ഡിക്രിമെൻ്റ് ആണ് വന്നത് അല്ലേ. ത്രെഷോൾഡ് വാല്യൂ 19 ആയിട്ട് സെറ്റ് ചെയ്തു. ഇവിടെയാണ് ത്രെഷോൾഡ് വാല്യൂ പിന്നെ കിടക്കുന്നത്. ദാറ്റ് മീൻസ് ത്രെഷോൾഡ് വാല്യൂ 19 ആയിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുള്ളത്? സെറ്റ് CWND ഈക്വൽ ടു ത്രെഷോൾഡ് വാല്യൂ. കറണ്ട് ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് 19 ആക്കണം അല്ലേ. ഇപ്പോൾ നമ്മൾ ഡാറ്റേനെ സെൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് നമുക്ക് റീട്രാൻസ്മിറ്റ് ചെയ്യണം. റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ റീട്രാൻസ്മിറ്റ് ചെയ്യേണ്ട വിൻഡോ സൈസ് എന്ന് പറയുന്നത് എത്രയാക്കണം? 19 ആക്കണം. ത്രെഷോൾഡ് വാല്യൂ 19 ആണ്. നമുക്കറിയാം ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താ? 38 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ്. സോ നമുക്ക് കിട്ടുന്നത് 19 ആണ്. സോ ആ 19 ആയിട്ട് കറണ്ട് വിൻഡോ സൈസ് സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റൻ്റെ സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ CWND എന്ന് പറയുന്നത് 19 ആയിട്ട് സെറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഇനി 19 മുതലാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ടത്. 19 ആണ് വിൻഡോ സൈസ്. സോ സെറ്റ് ചെയ്തു. പിന്നെ നടക്കേണ്ടത് എന്താണ്? സ്റ്റാർട്ട് വിത്ത് കൺജഷൻ അവോയ്ഡൻസ് ഫേസ്. കൺജഷൻ അവോയ്ഡൻസ് ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. കൺജഷൻ അവോയ്ഡൻസ് ഫേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 സെൻഡ് ചെയ്യുന്നു, 20, 21, 22, 23 ആൻഡ് 24. 24 ആയപ്പോൾ എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ നോക്കാം. അങ്ങനെ ഒരു കൺജഷൻ അവോയ്ഡൻസ് ഫേസിൽ പോവുകയാണ് ചെയ്യുന്നത്. ദെൻ ടൈം ഔട്ട് ഒക്കേഴ്സ് അറ്റ് 16th ട്രാൻസ്മിഷൻ റൗണ്ട്. 16th ട്രാൻസ്മിഷൻ റൗണ്ട് ആയപ്പോൾ എഗെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? ടൈം ഔട്ട് ഒക്കർ ചെയ്തിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് സെനാരിയോ എന്ന് പറയുന്നത്, നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 19, 20, 21 അങ്ങനെ സെൻഡ് ചെയ്ത് പോവാണ്. അങ്ങനെ 16 ആയപ്പോൾ എന്ത് ചെയ്തു? ഇവിടെയാണ് ടൈം അല്ലേ. 16 ആകുമ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ടൈം ഔട്ട് ഒക്കർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എത്തിയപ്പോൾ 16 ടൈം ആയപ്പോൾ എന്ത് ചെയ്തു? ടൈം ഔട്ട് ഒക്കർ ചെയ്തു. ടൈം ഔട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കേസാണ് പിന്നെ അപ്ലൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് കേസിനകത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? കറണ്ട് വിൻഡോ സൈസിൻ്റെ ഹാഫ് ആക്കിയിട്ട് എന്ത് ചെയ്തു? ത്രെഷോൾഡ് വാല്യൂ റെഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ത്രെഷോൾഡ് വാല്യൂ കറണ്ട് വിൻഡോ സൈസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാ? 24 ആണ് അല്ലേ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കറണ്ട് വിൻഡോ സൈസ് ഇവിടെ എത്തുമ്പോഴാണ് 16th ട്രാൻസ്മിഷൻ ആവുന്നത് അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ എത്തുമ്പോൾ ആണ് എന്ത്? ടൈം ഔട്ട് ഒക്കർ ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ? 24 ആണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, പേന വെച്ചിട്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം 24 ആണ്. സോ ഇപ്പോഴത്തെ കറണ്ട് വിൻഡോ സെഗ്മെൻറ്റ് സൈസ് എന്ന് പറയുന്നത് 24 ആണ്. അതിൻ്റെ ഹാഫ് ആക്കിയിട്ട് ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യണം എന്നാണ് നമ്മളുടെ കണ്ടീഷൻ. സോ 24ൻ്റെ ഹാഫ് ആക്കി സെറ്റ് ചെയ്യാന്ന് പറയുമ്പം ത്രെഷോൾഡ് വാല്യൂ എന്തായി? 12 ആയി.
അതിനുശേഷം പിന്നെ എന്താ കണ്ടിന്യൂ ചെയ്യേണ്ടത്? ഇതാ ഇവിടുത്തെ കേസ്, ഈ കേസാണ് പറയുന്നത്. ഇപ്പോൾ ടൈം ഔട്ട് ഒക്കർ ചെയ്യുന്ന കേസാണ് നമ്മൾ കണ്ടത്. ടൈം ഔട്ട് ഒക്കർ ചെയ്തപ്പോൾ കറണ്ട് വിൻഡോയുടെ സൈസ് ഹാഫ് ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്തു. അതാണ് ത്രെഷോൾഡ് വാല്യൂയിലേക്ക് സെറ്റ് ചെയ്തത്. ദെൻ CWND ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഇനി സെൻഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് 1 MSS ആണ് സെൻഡ് ചെയ്യേണ്ടത്. പിന്നെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം? സ്ലോ സ്റ്റാർട്ട് ഫേസിൽ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അതാണ് നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കേസ് 1 ആണ് ഇവിടെ ഒക്കർ ചെയ്തത്. ദാറ്റ് മീൻസ് ടൈം ഔട്ട് ഒക്കർ ചെയ്യുന്ന കേസാണ് കണ്ടത്. ടൈം ഔട്ട് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ത്രെഷോൾഡ് കറണ്ട് വിൻഡോ സൈസിൻ്റെ ഹാഫ് ആക്കി ത്രെഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യണം. സോ അത് ചെയ്തു, 12 ആക്കി. പിന്നെ ഇനി സെൻഡ് ചെയ്യാനുള്ള വിൻഡോ സൈസ് എത്രയാക്കണം? 1 ആക്കണം അല്ലേ? സോ CWND എന്ന് പറയുന്നത് എന്താക്കി? 1 ആക്കി സെറ്റ് ചെയ്തു. ഓക്കെ, CWND 1 ആക്കി സെറ്റ് ചെയ്തു. ദെൻ പിന്നെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം ഡാറ്റേനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സ്ലോ സ്റ്റാർട്ട് ഫേസിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് സ്ലോ സ്റ്റാർട്ട് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഉള്ളത് 2 ആയി, 2 ഉള്ളത് 4 ആയി, 4 ഉള്ളത് 8 ആയി. ഈ രീതിയിലാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും പറഞ്ഞ അൽഗോരിതംസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെനാരിയോ. ഓക്കെ, സോ ഇവിടെ നമ്മൾ കണ്ടു ത്രെഷോൾഡ് വാല്യൂ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് വർക്ക് ആവുന്നില്ല? സ്ലോ സ്റ്റാർട്ട് ഫേസ് വർക്ക് ആവുന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൺജഷൻ അവോയ്ഡൻസ് അൽഗോരിതം ആണ്, കൺജഷൻ അവോയ്ഡൻസ് ഫേസ് ആണ് വർക്ക് ആവുക. ദെൻ കൺജഷൻ അവോയ്ഡൻസ് ഫേസ് വർക്കായി അവിടെ കൺജഷൻ വന്ന സമയത്ത് 3 ഡ്യൂപ്ലിക്കേറ്റ്സ് ACK ആണ് വന്നത്. 3 ഡ്യൂപ്ലിക്കേറ്റ്സ് ACK വന്നപ്പോൾ നമ്മൾ കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതത്തിൽ പഠിച്ച കേസ് 2 ആണ് ഇവിടെ വർക്ക് ആവുന്നത്. കേസ് 2-നകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള 3 സ്റ്റെപ്പുകളാണ് പിന്നെ ചെയ്തത്. സോ അതിനുശേഷം വീണ്ടും ഡാറ്റ ട്രാൻസ്മിഷൻ തുടങ്ങി. അങ്ങനെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് 16th ട്രാൻസ്മിഷൻ ആയപ്പോൾ അവിടെ ടൈം ഔട്ട് എന്ന് പറയുന്ന കേസ് വന്നു. ടൈം ഔട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്? റീട്രാൻസ്മിറ്റ് ചെയ്യണം അല്ലേ? ഡാറ്റേനെ റീട്രാൻസ്മിറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് അവിടെയും എന്താണ്? 3 കേസാണ്, 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് കേസ് കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതത്തിനകത്തുള്ള കേസ് 1 ആണ് പിന്നെ അങ്ങോട്ട് അപ്ലൈ ചെയ്തത്. കറണ്ട് വിൻഡോ സൈസിനെ ഹാഫ് ആക്കി അത് ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തു. പിന്നെ കറണ്ട് വിൻഡോ സൈസ് 1 ആക്കി. ദെൻ അതിനുശേഷം സ്ലോ സ്റ്റാർട്ട് ഫേസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു രീതിയിലാണ് കൺജഷൻ കൺട്രോൾ മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. 3 ഫേസുകൾ അല്ലെങ്കിൽ 3 അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് കൺജഷൻ കൺട്രോൾ അൽഗോരിതം വർക്ക് ആവുന്നത്. കൺജഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലേക്ക് ഡാറ്റേനെ സെൻഡ് ചെയ്യുമ്പോൾ ഈ 3 അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് സെൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്ലോ സ്റ്റാർട്ട് ഫേസ്. സ്ലോ സ്റ്റാർട്ട് ഫേസ് ഒരു ത്രെഷോൾഡ് വാല്യൂ എത്തുന്നത് വരെയാണ് സ്ലോ സ്റ്റാർട്ട് ഫേസ് കണ്ടിന്യൂ ചെയ്യുക. ത്രെഷോൾഡ് വാല്യൂ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കൺജഷൻ അവോയ്ഡൻസ് ഫേസ് ആണ് വർക്ക് ആവുക. കൺജഷൻ അവോയ്ഡൻസ് ഫേസ് മാക്സിമം റിസീവറിൻ്റെ സെഗ്മെൻറ്റ് സൈസ് കപ്പാസിറ്റി എത്തുന്നത് വരെ കൺജഷൻ അവോയ്ഡൻസ് ഫേസ് വർക്ക് ആകും. അതിനുശേഷം പിന്നെ കൺജഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കൺജഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതം ആണ് യൂസ് ചെയ്യുക. കൺജഷൻ ഡിറ്റക്ഷൻ അൽഗോരിതത്തിനകത്ത് 2 കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, കേസ് 1 ആൻഡ് കേസ് 2. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.